ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി പാസ്ത വെച്ച് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു തവണ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നും. അതുപോലെ തന്നെ പാസ്ത വെച്ചിട്ട് നമുക്ക് ഈ രീതിയിലും ഉണ്ടാക്കി കഴിക്കാമെന്നുള്ളത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സ്വീറ്റ് അല്ലെങ്കിൽ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1.25 കപ്പ് പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാസ്ത നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. നമ്മുടെ റെഡിമെയ്ഡ് പാലാട മേടിക്കാൻ കിട്ടുമ്പോൾ അത് ചെറുതായിട്ട് പൊടിയായിട്ടല്ലേ ഉണ്ടാവുക. ആ ഒരു പരുവത്തിലാണ് നമ്മളിതിനെ പൊടിച്ചെടുക്കുന്നത്. ഒരുപാട് പൊടിഞ്ഞു പോകരുത്. ഞാനിപ്പോൾ അതിൻ്റെ പരുവം കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിത് കയ്യിലെടുത്ത് കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് പൊടിച്ചെടുക്കേണ്ടത്. പൾസ് മോഡിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കി എടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് ഈ ഒരു പരുവത്തിൽ കിട്ടിക്കോളും. ഇനി ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. അടുത്തതായി ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് കളർ ചേഞ്ച് ആവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഒരുപാടായിപ്പോയാൽ അത് കയ്പ്പ് രസത്തിലോട്ട് പോകും. ഈ ഒരു പരുവത്തിലാണ് കാരമലൈസ് ചെയ്തെടുക്കുന്നതെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഞാനൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ്. 250 ml കപ്പിൻ്റെ അളവിൽ 2.25 കപ്പ് പാലെടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു 3 ഏലക്കയും കൂടെ ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു പഞ്ചസാര നല്ല പോലെ അലിഞ്ഞു വന്നോളും. ഇനി നമ്മൾ ഈ ഒരു പഞ്ചസാരയിൽ നമ്മളൊരു 2 മിനിറ്റ് നേരം പാല് നന്നായിട്ട് തിളപ്പിക്കണം. ഈ പാലൊന്ന് ചെറുതായിട്ട് വറ്റി കട്ടിയായിട്ട് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് തേങ്ങാപ്പാലിൻ്റെ പാൽപ്പൊടിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പശുവിൻ പാലിൻ്റെ പാൽപ്പൊടി ഇട്ട് കൊടുത്താലും മതി. ഏതായിരുന്നാലും നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ പാലൊഴിച്ചതിന് ശേഷം 1-2 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പാല് വറ്റി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് പൊടിച്ചു വെച്ചിരുന്ന ആ ഒരു പാസ്ത മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇട്ട് കൊടുത്ത ഉടനെ തന്നെ കട്ട കെട്ടാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കുക. എന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ക്യാരറ്റാണ്. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കട്ടിയായിട്ട് കുറുകി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പാലൊഴിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്താലും കുഴപ്പമില്ല. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ ഘട്ടം ഘട്ടമായിട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ പരുവം കറക്റ്റ് ആയിട്ടുള്ളത്. പാസ്ത നല്ല ചവ്വരിയൊക്കെ ഉള്ള പോലെ തന്നെ നല്ല പോലെ കുറുകി വരുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല കട്ടിയായിട്ട് പോവും. അപ്പോൾ നമുക്ക് ഏത് പരുവത്തിലാണോ വേണ്ടത് ആ ഒരു പരുവത്തിൽ നമ്മളിതിനെ റെഡിയാക്കി എടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. ഈ ഒരു പരുവാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു പരുവത്തിൽ നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് നന്നായിട്ട് കറക്റ്റ് പരുവത്തിൽ കുറുകി കിട്ടും. ഇപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ഒരു 2.25 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. നന്നായി കുറുകി വന്നു. എപ്പോഴും ഒരേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാതെ ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ചെയ്ത് നോക്കുക. കുട്ടികളുള്ള വീട്ടിലൊക്കെ സ്ഥിരമായിട്ടല്ലെങ്കിലും വല്ലപ്പോഴും ഒക്കെ മേടിക്കുന്ന ഒരു ഐറ്റമാണ് പാസ്ത. അപ്പോൾ നമ്മൾ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസം റെഡിയായി കിട്ടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.